17 വയസ്സുള്ള സമയത്ത് ഇറങ്ങിപ്പോകുമ്പോ, നമ്മളൊരു +2 ഡിഗ്രിക്ക് പോകുന്ന കുട്ടിയുടെ പ്രായമല്ലേ ആയിട്ടുള്ളൂ, ഒരു ടീനേജുകാരൻ, 17 വയസ്സുകാരൻ. അത്ഭുതം അതല്ല, നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്നില്ല, പക്ഷെ അതിന്റെ പരിസരമായതുകൊണ്ട് ഞാൻ പറയുന്നു മാത്രം. 17 വയസ്സുള്ള ആ ചെറുപ്പക്കാരന്റെ കീഴിലാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ പോകേണ്ടത്. ഉസ്മാൻ തങ്ങൾ പോവേണ്ടത്, അലി തങ്ങൾ പോവേണ്ടത് ആരുടെ കീഴിലാണ്? ഈ 17 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ കീഴിലാണ്. സിദ്ദീഖ് തങ്ങൾ അന്ന് നബി തങ്ങൾ നേതാവാക്കിയ ചെറുപ്പക്കാരനെ അവരെ തന്നെ ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന 17കാരൻ മീശൊക്കെ മുളച്ചു വരുന്നുള്ളൂ. ആ സമയത്താണ് വലിയ ഒരു 10,000-ഓളം വരുന്ന സ്വഹാബികളെയും കൊണ്ട് ഹിജാസിന്റെ അങ്ങേയറ്റത്തേക്ക് തുർക്കിയിലേക്ക് യാത്ര പോകുന്നത്. സുബ്ഹാനല്ലാഹ്, മരുഭൂമിയിലുള്ള യാത്ര. അന്ന് സ്വഹാബത്തിന് ഈഗോ ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് തന്നെ മതി. ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ അംഗീകരിക്കേ, ഞങ്ങൾ പ്രായമുള്ള ആളുകൾ കൂട്ടത്തിലുണ്ടായിരിക്കെ ഞങ്ങളെ വേണ്ടേ തെരഞ്ഞെടുക്കാൻ, ഇതൊന്നും അവരാരും ചിന്തിച്ചില്ല എന്നാണ്. പിന്നാലെ പോയി ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ സിദ്ദീഖ് തങ്ങൾ ചെരുപ്പില്ലാതെ ആ ഒട്ടക സംഘം യാത്രയായപ്പോ ഉസാമത്ത് ഇബ്നു സയ്യിദ് തങ്ങൾ ഒട്ടകത്തിന്റെ പുറത്ത് 17കാരൻ നേതാവ്. അന്നൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റി ചെറുപ്പക്കാർക്ക് ഉണ്ടായിരുന്നു എന്നാണ്. ഇന്ന് ചെറുപ്പക്കാർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ എന്ന് അറിയില്ല. ഒക്കെ ഷവർമ തിന്നാനും റോസ്റ്റ് അടിക്കാൻ ബിരിയാണി തിന്നാനൊക്കെ ചെറുപ്പക്കാർക്കാരായിട്ട് മുന്നോട്ട് വരുന്നത്. ലീഡർഷിപ്പ് ക്വാളിറ്റി ഏറ്റവും കൂടുതൽ തന്റെ ഇടത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ 17 വയസ്സായപ്പോഴേക്കും ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് അതിന് സാധിച്ചു എന്ന മഹാത്ഭുതം. ഉമർ തങ്ങൾ ആ സദസ്സിലുണ്ട്, സൈന്യത്തിലുണ്ട്. സിദ്ദീഖ് തങ്ങൾ ചെരുപ്പില്ലാതെ ഇങ്ങനെ ഒട്ടകത്തിന്റെ കൂടെ നടന്നു, അവരെ യാത്രയേക്കാൻ നടന്നു. കൂട്ടത്തെ ചോദിച്ചു ഉസാമ പറഞ്ഞു, സിദ്ദീഖ് എന്നവരെ, യാ ഖലീഫത്ത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയെ, നിങ്ങൾ നടക്കുകയും ഞാൻ ഒട്ടകപ്പുറത്തോ? നോക്കണം, മുതിർന്നവരെ അവർ ബഹുമാനിക്കാൻ. ഞാൻ ഇറങ്ങുന്നു സിദ്ദീഖ് എന്നവരെ, നിങ്ങൾ കയറണം, ഞാൻ നടക്കാം, നിങ്ങൾ നടക്കല്ലേ എന്റെ കൂടെ. അപ്പൊ സിദ്ദീഖ് എന്നവർ പറഞ്ഞു, ഉസാമ അവിടെ നിൽക്കുന്നു, ഉസാമ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല, ഞാനിവിടെ മദീനയിൽ നിൽക്കൽ അനിവാര്യമാണ്. ഇസ്ലാമിന്റെ ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ്, ചരിത്രഘട്ടത്തിലാണ് നമ്മളുള്ളത് ഉസാമ. അതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോ. എന്റെ കാൽ ഒരൽപ്പം അള്ളാഹുവിന് വേണ്ടി മണ്ണിൽ നനയുന്നത്, പൊടി പുരളുന്നത്, അത് കാരണം നിങ്ങൾ ചെയ്യുന്ന ത്യാഗത്തിന്റെ ഒരൽപ്പം എനിക്ക് കിട്ടുമോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഉസാമ. ഞാൻ ചോദിക്കട്ടെ ഉസാമ, നിങ്ങൾ സമ്മതം തരികയാണെങ്കിൽ ഉമർ ബിൻ ഖത്താബ് എന്നവരെ എന്റെ കൂടെ മദീനയിൽ നിർത്തിത്തരുമോ? ആരായി ചോദിക്കുന്നത്? ആരോടാ ചോദിക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 60 വയസ്സ് കഴിഞ്ഞ സിദ്ദീഖ് എന്നവർ 17കാരനായ ഉസാമ തങ്ങളോട് ചോദിക്കുക, ഉസാമ, ഉമർ എന്നവർ നിങ്ങളുടെ കൂടെ യുദ്ധത്തിന് പോരേണ്ട ആളാണ്, പക്ഷേ ഉമർ ഫാറൂഖ് എന്നവരെ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ എനിക്കൊന്ന് വിട്ടുതരണം, എനിക്ക് മദീനയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ ഉമർ തങ്ങൾ ആവശ്യമുണ്ട്. സമ്മതം ചോദിച്ചു. അങ്ങനെ സമ്മതം കൊടുത്തു ഉസാമ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉമർ തങ്ങൾ ആ എക്സ്പെഡിഷനിൽ പോയില്ല എന്ന്. അത്രയും ഗംഭീരമാണ് ഇസ്ലാമിക ലോകത്തെ സംഭവ വികാസങ്ങൾ. ഹബീബായ നബി തങ്ങൾ തീരുമാനിച്ച ഒരു സൈന്യത്തെ ഞാൻ ഒരിക്കലും തടഞ്ഞു വെക്കുകയില്ല. ഫവല്ലാഹി ലൗ മനഊനി അഖാലൻ ഔ അനാഖൻ കാനൂ യുഅദ്ദൂനഹു ലിറസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സകാത്ത് കൊടുത്തിരുന്ന ആളുകൾ സകാത്ത് നൽകുകയില്ല എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് ജീവിച്ചിരിപ്പെ സകാത്ത് കൊടുക്കുമ്പോൾ, ഒട്ടകത്തെ നൽകുമ്പോൾ ഒട്ടകത്തിന്റെ കഴുത്തിൽ ഒരു കയറും നൽകുകയായിരുന്നുവെങ്കിൽ ആ കയറെനിക്ക് നൽകുകയില്ല എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ഞാൻ അവരോട് യുദ്ധം ചെയ്യാൻ ഒരുക്കമാണെന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്തേ അല്ലാഹുവിന് വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് ആരെയും പ്രശ്നമില്ല. ലാ യഖാഫു ഫില്ലാഹി ലൗമത ലായിം. മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു സ്വഹാബിമാരതിന്റെ മാതൃക കിതാബല്ലാഹി വസുന്നത റസൂലിഹി വഇത്റത റസൂലിഹി. അല്ലാഹുവിന്റെ കിതാബ്, നബി തങ്ങളുടെ ചര്യ, ഹബീബിന്റെ കുടുംബം, ഈ 3 വിഷയം. അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ശുദ്ധ ഖുർആൻ ആയിത്തിറങ്ങി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന് കൊടുക്കുന്നവരെ ഏറ്റവും നല്ല നന്മ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ബിർറെന്നാണ്, എന്താണ് ബിർറെന്ന് മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ബിർറെന്ന് പറഞ്ഞാൽ സ്വർഗമാണെന്നും ബിർറെന്ന് പറഞ്ഞാൽ അടിയുറച്ച ഈമാനാണെന്നുമൊക്കെ മുഫസ്സിരീങ്ങൾക്ക് അഭിപ്രായമുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും നല്ല നന്മ ലഭിക്കണമെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കൊടുക്കണം. നമ്മളൊക്കെ ഇഷ്ടപ്പെടാത്ത കൊടുക്കുക, ആവശ്യമില്ലാത്തതൊക്കെ പള്ളിക്ക്
നമ്മൾക്ക് ആവശ്യമില്ലാത്ത കൊടുക്കുക, അങ്ങനെയല്ല. ഇഷ്ടപ്പെടുന്നത് കൊടുക്കുക, അത് കുറച്ചാണെങ്കിലും ഇഷ്ടപ്പെടുന്നത് കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോഴാണ് ബൈറുഹ എന്ന തോട്ടം അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി കൊടുക്കുന്നത്. ഇന്ന ഹബ്ബ അംവാലി ഇലയ്യ ബൈറഹ, നബിയേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ സമ്പത്ത് ബൈറഹ എന്ന തോട്ടമാണ് നബിയേ, അതങ്ങ് എടുത്തോളൂ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോട് എടുക്കാൻ വേണ്ടി പറയാണ്. നമ്മളിതിനെ കഥ കുറെ കേട്ടു, ഈ ചരിത്രം കേട്ടിട്ടുണ്ടാവും, ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും അല്ലേ, കേട്ട ചരിത്രമല്ലേ. നമുക്ക് എന്തെങ്കിലും ആ വിഷയത്തിൽ ഇമിറ്റേറ്റ് ചെയ്ത് ആ വിഷയത്തെ ഫോളോ ചെയ്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് വിഷയം. അല്ലാഹു തആല നമുക്ക് നന്മ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. ഇഷ്ടപ്പെട്ടത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. വഇന്നഹാ സദഖത്തുൻ അർജു ബിർറഹാ വദുഖറഹാ ഇൻദല്ലാഹ്, നബിയേ ഇത് അല്ലാഹുവിന് വേണ്ടി നൽകുന്ന നബിയേ, ആ തോട്ടത്തിൽ കാരണം അല്ലാഹു നൽകുന്ന നന്മയും അതെനിക്ക് ആഖിറത്തിലേക്കുള്ള സൂക്ഷിപ്പ് സ്വത്താണ്, ഞാൻ തരട്ടെ. നമ്മുടെ മുൻഗാമികളായ ആളുകൾ നമ്മുടെ പള്ളികൾക്ക് അങ്ങനെയാ കൊടുത്തത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വീട് അള്ളാഹുവിന്റെ പള്ളിയായിരുന്ന ഒരു കാലത്ത്, അല്ലെ, പള്ളിയെക്കാളും വലിയ വീട് അവിടെ ഉണ്ടാവില്ല, നാട്ടിലുണ്ടാവില്ല. അങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. പള്ളിക്ക് വേണ്ടിയാണ് സ്ഥലം കൊടുത്തത്, നമ്മൾ അതിനിപ്പോ തർക്കിക്കാൻ. മക്കൾ പറയാ വാപ്പ തന്നത് അന്ന് ഞങ്ങൾ അറിയാതെ ഞങ്ങൾക്ക് വേണം, അത് വാപ്പ കൊടുത്തത് ഞങ്ങൾക്ക് വേണമെന്ന് മക്കൾ പറയുന്ന കാലം. വാപ്പയുടെ സ്വത്ത് ഒരു പ്രഗത്ഭനായ മുതലാളിയായ ഞാൻ വളരെ അടുത്തറിയുന്ന ഒരാൾ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് വിഷമം പറഞ്ഞു. മക്കൾ പറയാണ്, വാപ്പ നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ ഇങ്ങനെ ദീനുൽ ഇസ്ലാമിന് കൊടുത്താലേ അത് ഞങ്ങളുടെ സ്വത്താണ്, നിങ്ങൾ കൊടുക്കുന്നത്, കൊടുക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല ഒരുപാട് നിഅമത്തും ബിസിനസ്സും കച്ചവടവും കൊടുത്തിട്ടുള്ള ഒരു വാപ്പ. ആൺമക്കളുണ്ട്, പെൺമക്കളുണ്ട്. ആൺമക്കൾ പറയാണ്, വാപ്പാനെ നീ കൊടുക്കാൻ വിടൂല, നിങ്ങളെ ആളുകൾ ചൂഷണം ചെയ്യാണ്, നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി കൊടുക്കുന്നത് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ട സ്വത്താണ് നിങ്ങൾ കൊടുക്കുന്നത്, ഇനി കൊടുക്കാൻ വിടില്ല. മക്കൾ മനസ്സിലാക്കണം, ഒരു വാപ്പ ജീവിച്ചിരിക്കുന്ന കാലം ആ വാപ്പയുടെ സ്വത്ത് വാപ്പാക്ക് എങ്ങനെ വേണമെങ്കിലും ചെലവഴിക്കാം, ഏത് നന്മക്കും വാപ്പാക്ക് കൊടുക്കാം, മക്കൾക്ക് ചോദിക്കാൻ പാടില്ല. മക്കളുടെ സ്വത്താകുന്നത് എപ്പോഴാ? വാപ്പ മരിച്ചുപോയാൽ മാത്രം. വാപ്പ ജീവിച്ചിരിക്കാൻ മുഴുവൻ സ്വത്തും വാപ്പ ഏതെങ്കിലും ദീനീ സ്ഥാപനത്തിന് കൊടുത്തു എന്ന് പറയാം, മക്കൾക്ക് ആക്ഷേപിക്കാൻ പാടില്ല വാപ്പയെ. വാപ്പയുടെ അധ്വാനമാണ്, അത് വാപ്പയുടെ അധികാരമാണ്, ചോദിക്കാൻ പാടില്ല. വാപ്പ മരിച്ചതിന്റെ ശേഷമുള്ളതേ മക്കൾക്ക് അനന്തര സ്വത്തുള്ളൂ. അങ്ങനെയല്ല കാര്യങ്ങൾക്ക് മക്കൾ ചിന്തിക്കുന്ന രീതി ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ ഉപ്പ, ആ പ്രിയപ്പെട്ട പിതാവ് വളരെ സങ്കടത്തോടെ ഇന്നലെയാണ് എന്നോട് പറഞ്ഞു, ഇന്നലെ അസർ സമയത്ത് ദുആരക്കാൻ വേണ്ടി പറഞ്ഞു, എന്റെ മക്കൾ എന്നോട് നല്ല നിലക്ക് സംസാരിക്കണം, കോടീശ്വരനായ വാപ്പയാണ്, പക്ഷേ മക്കൾ നന്മയുടെ വഴിയിലേക്ക് വാപ്പക്ക് തടസ്സമാണ്. എന്റെ മക്കൾ എന്നോട് നല്ല നിലക്ക് പെരുമാറാനും ഞാൻ ചെയ്യുന്ന നന്മകൾ തടഞ്ഞു വെക്കാതിരിക്കാനും സദസ്സുകളിൽ ദുആ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലാഹുവേ, ആ ഉപ്പയുടെ മനസ്സിന്റെ വേദന അറിയുന്ന തമ്പുരാനെ, അദ്ദേഹത്തിന്റെ ഖൽബിന് നീ സമാധാനം കൊടുക്കണേ തമ്പുരാനെ, അദ്ദേഹത്തിന്റെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ബാരീന ബിവാലിദി, മാതാവിനും പിതാവിനും ഗുണം ചെയ്യുന്ന മക്കളില്ല, മക്കളെ നീ കൊടുത്തണേ തമ്പുരാനെ. വഴിതെറ്റിപ്പോകുന്ന മക്കളിൽ പെടാതവരെ നീ കാത്തുരക്ഷിക്കണം തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അദ്ദേഹത്തിന്റെ ദുആ വസിയത്ത് ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. കാര്യങ്ങൾ എങ്ങനെയാണ്? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ കലാം വിശുദ്ധ ഖുർആൻ ഇതാണ് പറയുന്നതെങ്കിൽ ഞാനിത് നൽകി കഴിഞ്ഞു. ആ തോട്ടം നൽകിയ സ്വഹാബിയാണെന്ന് ശുദ്ധമായ ഖുർആനിലെ സൂറത്തു തൗബയുടെ ആയത്തിറങ്ങിയപ്പോൾ, ഇൻഫിറൂ ഖിഫാഫൻ വസിഖാലാ വജാഹിദൂ ബിഅംവാലികും വഅൻഫുസികും ഫീ സബീലില്ലാഹ് ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. സൂറത്തു തൗബയിൽ അല്ലാഹു പറയുന്ന ഭാഗം, ഇൻഫിറൂ ഖിഫാഫൻ വസിഖാലാ, നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, സമ്പത്തുണ്ടെങ്കിലും സമ്പത്തില്ലെങ്കിലും നിങ്ങൾ അല്ലാഹുവിന്റെ വഴിയിലേക്ക് കടക്കണമേ. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ധർമ്മസമരത്തിന്റെ അവസരങ്ങൾ ഉണ്ടാകുമ്പോ നിങ്ങൾ അതിന് രംഗപ്രവേശനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു മക്കളോട് പറഞ്ഞു, മക്കളെ എന്നെ ഒരുക്കി തരിൻ, എനിക്ക് സജ്ജീകരണങ്ങൾ തരിൻ, ഞാനും പോവട്ടെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ധർമ്മസമരത്തിന് പോവട്ടെ എന്ന് പറഞ്ഞപ്പോ മക്കൾ പറഞ്ഞു, ഉപ്പാ നഹ്നു നഗ്സു അൻക വഖദ് അദറക അല്ലാഹ്, നിങ്ങൾക്ക് പ്രായമായില്ലേ, വാർദ്ധക്യത്തിലേക്ക് എത്തിയില്ലയോ ഉപ്പാ, അതുകൊണ്ട് ഉപ്പ അവിടെ നിന്നോളൂ, ഉപ്പാക്ക് പകരം ഞങ്ങൾ ഇറങ്ങാമെന്ന് മക്കൾ പറഞ്ഞപ്പോ പറ്റില്ല മക്കളെ എന്ന് പറയുകയും
സ്വഹാബത്തിന്റെ കൂടെ കടലിൽ യാത്ര പോവുകയും ചെയ്ത് ഒരു യുദ്ധം ചെയ്യാൻ കടലിലൂടെ പോവുകയും കടലിൽ കപ്പലിൽ വെച്ച് മരിക്കുകയും ചെയ്ത സ്വഹാബിയാണ് ബൈറഹ എന്ന തോട്ടം അള്ളാഹുവിന്റെ ദീനിന് കൊടുത്ത അബൂ ത്വൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. മയ്യിത്ത് മറവ് ചെയ്യാൻ ഒരു ദ്വീപ് കണ്ടെത്താൻ അവർക്ക് സമയമെടുത്തത് 9 ദിവസമാണ്. സ്വഹാബി കപ്പലിൽ വെച്ചാണ് മരിക്കുന്നത്. മഹാനവറുകളെ മറവ് ചെയ്യാൻ ഒരു ഭൂമി കിട്ടണ്ടേ? കടലിന്റെ നടുക്കടലിൽ നിന്ന് കരയിലേക്ക് എത്താൻ 9 ദിവസമെടുത്തു. ബഹുമാനപ്പെട്ടവരുടെ ശരീരം വലം യതഗയ്യർ ജസദുഹു റളിയല്ലാഹു അൻഹു വഅർളാഹ്. 9 ദിവസം കപ്പലിൽ കടന്നിട്ട് ആ ശരീരത്തിൽ നിന്ന് സുഗന്ധമല്ലാതെ ആ ശരീരത്തിന് കേടുപാടുകൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് സ്വഹാബിമാർ അത്ഭുതത്തോടെ പറഞ്ഞിട്ടുണ്ട്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വാർദ്ധക്യ സമയത്താണ് പോയത്. വാർദ്ധക്യമുണ്ടായപ്പോഴാ പോയത്. ഭൂമിയിലില്ല, കടൽ കടന്ന് ഒരു യുദ്ധം ചെയ്യേണ്ട അവസരം വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ഉത്തരം കൊടുത്തതാണ്. വഴിയിൽ വെച്ച് മരിച്ചു, കപ്പലിൽ വെച്ച് മരിച്ചു. മറവ് ചെയ്ത് ഏത് ദ്വീപിലാണ് മറവ് ചെയ്തത് എന്ന് പോലും നമുക്കിന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. സ്വഹാബിമാർ പറഞ്ഞു, ഞങ്ങൾ ഏതെങ്കിലും ഒരു ദ്വീപിലെത്തണേ എന്ന് ദുആ ചെയ്തു. 9 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു ദ്വീപ് കിട്ടിയത്. അവിടെയാണ് സ്വഹാബിയെ മറവ് ചെയ്തത്. മഹാനായ അബൂ ത്വൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. തുർക്കിയിലേക്ക് ഒരു യുദ്ധം നടക്കുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയത്തിന് വേണ്ടി യുദ്ധം നടക്കുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കിയുടെ ആസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ. അന്ന് തുർക്കി തന്നെ അറിയപ്പെടുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പേരിൽ തന്നെയാണ്. ആ രാജ്യം തന്നെ അറിയപ്പെടുന്നത്. യസീദ് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ യസീദിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തിലാണ് അവർ. കൂട്ടത്തിൽ സ്വഹാബിമാരിൽ പ്രായമുള്ള ഒരു സ്വഹാബിയുണ്ട്. അത് ആരുടെ വീട്ടിലായിരുന്നു? അല്ലാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് വന്നപ്പോ ആദ്യമായി താമസിച്ചത് ആ വീട്ടുകാരനായ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. ആ സ്വഹാബി ഈ സൈന്യത്തിലുണ്ട്. ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം, അലി തങ്ങൾ അടക്കമുള്ള 4 ഖലീഫമാരുടെ വഫാത്തിന്റെ ശേഷം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് സ്വന്തം മകന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അയച്ചു. ആ സൈന്യത്തിൽ അബൂ അയ്യൂബുൽ അൻസ്വാരി എന്നവർക്ക് രോഗം ബാധിച്ചു. പ്രയാസകരമായ രോഗമാണതിൽ മരിക്കുമെന്ന് തോന്നി. മഹാനവറുകൾ പറഞ്ഞു, യസീദേ, സമിഅ്തു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യുദ്ഫനു ഫീ സൂരിൽ ഖുസ്തൻതീനിയ റജുലുൻ സ്വാലിഹ്. സ്വാലിഹായ ഒരു മനുഷ്യൻ, നല്ല ഒരു മനുഷ്യൻ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ അതിർത്തിയിൽ വഫാത്താവുകയും ആ അതിർത്തിയിൽ തന്നെ മറവ് ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഈ യാത്രയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായി ഞാനല്ലാതെ മറ്റാരെയും കാണുന്നില്ല. അതുകൊണ്ട് യസീദേ, ഞാൻ മരിക്കുകയാണെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ നമ്മൾ എത്തിയിട്ടില്ലെങ്കിലും അവിടം വരെ എന്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോവുകയും എന്റെ മയ്യത്ത് മറവ് ചെയ്യേണ്ടത് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ബോർഡറിലായിരിക്കണം എന്ന് മഹാനായ സ്വഹാബി അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെയാ നടന്നത്. ദിവസങ്ങളുടെ യാത്രയുണ്ടായിരുന്നു സൈന്യം പോവാൻ. ആ സൈന്യം ആദ്യമായി കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് കടത്തിയത് മഹാനായ സ്വഹാബിയുടെ മയ്യിത്താണ്. അന്നത്തെ കൈസർ രാജാവ് ദേഷ്യം പിടിച്ചത് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു മയ്യത്ത് ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുപോയി മറവ് ചെയ്യുകയും ആദ്യമായി നിങ്ങളുടെ നാട് കീഴടക്കാൻ വരുമ്പോ ഒരു മയ്യിത്താണോ നിങ്ങൾ കൊണ്ടുവരുന്നത്? തീർച്ചയായും നിങ്ങൾ ഈ നാട് വിട്ടുപോയാൽ ആ മയ്യിത്ത് കിടക്കുന്ന ഖബർ ഞങ്ങൾ തുറന്നു വെക്കുകയും നായകളെ കൊണ്ട് തിന്നാൻ വേണ്ടി ഈ മയ്യിത്തിനെ ഞങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് യസീദ് ബിൻ മുആവിയ, യസീദ് എന്നവർ എന്തെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിൽ കാര്യമായ പങ്ക് വഹിച്ചിട്ടുള്ളത് ശരി തന്നെയാണ്. എന്നാൽ തന്നെയും അതെല്ലാം തൗബ ചെയ്ത് മടങ്ങുകയും അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർക്ക് വേണ്ടി സംസാരിച്ചത് ചരിത്രത്തിൽ കാണാൻ കഴിയും. കൈസറേ എന്ന് വിളിക്കുകയും സീസറേ എന്ന് വിളിക്കുകയും പറയുകയും ചെയ്തു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയെ ഞങ്ങൾ കൊണ്ടുവരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരോട് ഞങ്ങൾക്ക് അത്രക്ക് സ്നേഹമാണ്. ഈ സ്വഹാബിയുടെ മയ്യിത്ത് കോൺസ്റ്റാന്റിനോപ്പിൽ തന്നെ ഞങ്ങൾ മറവ് ചെയ്യും. ഞങ്ങളുടെ റസൂൽ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, റജുലുൻ സ്വാലിഹ്, സ്വാലിഹായ ഒരു മനുഷ്യൻ തുർക്കിയിലാണ് മറവ് ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അബൂ അയ്യൂബുൽ അൻസ്വാരിയുടെ മയ്യിത്ത് നിങ്ങളെങ്ങാനും ഖബർ തുറക്കുകയോ ആ മയ്യിത്തിനെ പുറത്തെടുക്കുകയോ അപമാനിക്കുകയോ ചെയ്താൽ
നിങ്ങളുടെ ദേവാലയം ഒന്നും തന്നെ ബാക്കി നിൽക്കുകയില്ലെന്ന് മാത്രമല്ല, ആ ഒരൊറ്റ മയ്യത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളെ നിങ്ങൾ കുരുതി കൊടുക്കേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനെ അപമാനിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന ധീരമായ മറുപടി കൊടുത്ത ആൺകുട്ടിയാണ് യസീദ് ഇബ്നു മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹും. എന്തിനാണിതൊക്കെ? അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ജീവിച്ചവർ, എന്റെ ഹബീബ് എന്റെ വീട്ടിൽ തന്നെ താമസിക്കണമെന്ന് കൊതിച്ചവർ, അങ്ങനെ വീടൊരുക്കി കൊടുത്തവർ. അന്ന് രാത്രി വീടിന്റെ മീതെ നിന്നൊരൽപ്പം വെള്ളം താഴേക്ക് വീഴാറായപ്പോ നല്ല വസ്ത്രമെല്ലാം എടുത്ത് നനഞ്ഞു കുതിർന്ന് ഹബീബിന്റെ ദേഹത്തേക്ക് ഒരിച്ചു വെള്ളം പോലും മേലെ തട്ടിൽ നിന്ന് താഴെ വീഴരുത് എന്ന് പറഞ്ഞ് ആ രാത്രി ഹബീബ് താഴെ കിടന്നുറങ്ങുമ്പോ മേലെ കിടന്നുറങ്ങാതെ എഴുന്നേറ്റ് നിന്ന് രാവ് വരെ കണ്ണിൽ മെഴുകുതിരി വെച്ച് അത്രയും കഷ്ടപ്പെട്ട് ഉറങ്ങാതെ ഉറക്കമിളച്ച് ഹബീബിന് വേണ്ടി കാവൽ നിന്ന സ്വഹാബിയാണ് ഈ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. ഇവരൊക്കെ ചെയ്ത സ്നേഹം നമ്മൾ ഇന്ന് ഹബീബിനോട് പ്രകടിപ്പിക്കുന്നത് അവിടത്തോട് ചൊല്ലുന്ന സ്വലാത്തിലൂടെയാണ്. ഹബീബിന്റെ സുന്നത്തുകൾ ജീവിതത്തിലേക്ക് പകർത്തുമ്പോഴാണ്, ഹബീബിന്റെ ജീവിതത്തിലേക്ക് ഓർക്കുമ്പോഴാണ്. നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങളിലും അല്ലാത്തപ്പോഴും ഹബീബിന്റെ നിയമങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. സമഅൻ വതആഅ, കേട്ടു നബിയെ ഞങ്ങൾ അനുസരിച്ചു. അതിന്റെ സൗഭാഗ്യമാണ് സ്വഹാബിമാരെ തങ്ങളായ കുട്ടി മഹാന്മാരായ സ്വഹാബിമാരൊക്കെ വരുമ്പോൾ അവരുടെ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചു കൊടുക്കുന്നു, അവരുടെ കുതിരയുടെ കയറ് പിടിച്ചു കൊടുക്കുന്നു, അവരുടെ ചെരുപ്പെടുത്ത് വെച്ചു കൊടുക്കുന്നു. അവര് പറഞ്ഞു, ഇബ്നു അബ്ബാസ് എന്നവരെ, നബി തങ്ങളുടെ കുടുംബക്കാരനായ സയ്യിദായ തങ്ങളെ, നിങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഉപകാരം ചെയ്യരുത്, നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ ബഹുമാനിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് എന്നവരുടെ മറുപടി വന്നു, ഉമിർനാ അൻ നഫ്അല ബിഉലമാഇനാ, ഞങ്ങളുടെ ഉലമാഇനെ, ഞങ്ങളുടെ പണ്ഡിതന്മാരെ ഇவ்விதം ബഹുമാനിക്കണമെന്ന് നബിയുടെ കുടുംബക്കാരായ തങ്ങന്മാരായ ഞങ്ങളോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ആജ്ഞയുണ്ട്. നബി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, ഈ ഉമ്മത്തിന്റെ ആലിമീങ്ങളെ ബഹുമാനിക്കണം. ആലിമീങ്ങളായ സ്വഹാബിമാർ പറഞ്ഞു, നബി തങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ ഇങ്ങനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിച്ചു. അതിന്റെയൊക്കെ ഭാഗമാണ് നമ്മുടെ നാടുകളിൽ കണ്ടു നടക്കുന്ന സയ്യിദന്മാരെ, തങ്ങന്മാരെ നമ്മൾ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്. ഹബീബായ നബി തങ്ങളുടെ സ്വഹാബികൾ പഠിപ്പിച്ച ഈ ഒരു വലിയ നന്മയാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ, വഴിതെറ്റിപ്പോവാൻ ഒരു ചാൻസുമില്ല. നിങ്ങളിത് മുറുകെ പിടിക്കുകയാണെങ്കിൽ. രണ്ട് ഹദീസുകളിലൂടെ നബി തങ്ങൾ പഠിപ്പിച്ച 3 കാര്യം. ഒന്ന് ഖുർആൻ, ഹബീബിന്റെ സുന്നത്ത്, കുടുംബം. മഖാമ് കിടക്കുന്നത്, മഹാനവരുടെ മഖ്ബറയുള്ളത് ഈജിപ്തിലെ കൈറോ നഗരത്തിലാണ്. ഇമാമുന ശാഫിഈ തങ്ങൾ കിടക്കുന്ന അവിടെ. ഷാഫി ഇമാമിന്റെ മഖാം സിയാറത്ത് ചെയ്തവർക്ക് കാണാൻ കഴിയും. ഞാൻ കണ്ടിട്ടുണ്ട്. മഹാനവരുടെ മഖാമിന്റെ മുകളിൽ അവിടുത്തെ ഒരു കുബ്ബയുണ്ട്. ആ കുബ്ബയുടെ നേരെ ഒരു ചെറിയ ബോട്ട് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ബോട്ട്, ഒരു കപ്പലിന്റെ ചെറിയൊരു മിനിയേച്ചർ, ഒരു ചെറിയ രൂപം, ഒരു ചെറിയ ബോട്ട്. റസൂലിന്റെ ഹദീസ് പറഞ്ഞു. ആ ചോദിച്ചാള് പറഞ്ഞു, ഷാഫി തങ്ങളെ, ഹദീസ് ഞങ്ങൾ അറിയുമല്ലോ, നിങ്ങളുടെ അഭിപ്രായം കേൾക്കാനാ ഞാൻ വന്നത്. മാമങ്ങ് ദേഷ്യപ്പെട്ടു. ഷാഫി മാങ്ങന്റെ മുഖമങ്ങ് ക്ഷമക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വഅയ്യു അർളിൻ തുഖില്ലുനി വഅയ്യു സമാഇൻ തുദില്ലുനി ഇൻ റവൈതു അൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം അഖുൽ ബിഹി. ഹബീബായ നബി തങ്ങളുടെ ഹദീസ് എനിക്ക് അറിയുകയും ആ ഹദീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതിരിക്കുകയും ചെയ്താൽ, ഹബീബായ നബി തങ്ങൾ ഒരഭിപ്രായം അതിൽ ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ ഞാൻ തള്ളിക്കളയുകയാണെങ്കിൽ ഏത് ഭൂമിയാണ് എനിക്ക് അഭയം തരിക? അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വിഭിന്നമല്ല. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് കേൾക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത മഹാനായ താബിഈങ്ങൾക്ക് ശേഷം വന്ന അഇമ്മത്തുൽ മുജ്തഹിദീൻ, 4 മുജ്തഹിദീങ്ങളുടെ ഇമാമമാരിൽ അവസാനം വന്ന ഇമാമുനാ ശാഫിഈ തങ്ങളുടെ ശിഷ്യനാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ശാഫിഈ ഇമാമിന്റെ ശിഷ്യനാണ്. ഇമാമുനാ ശാഫിഈ തങ്ങളുടെ ഉസ്താദാണ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു എന്ന മാലികി മദ്ഹബിന്റെ ഇമാം. അല്ലാഹുവിന്റെ സംസാരമാണ് ഖുർആൻ, അല്ലാഹുവിന്റെ കലാം. ഖുർആൻ എന്ന വഹിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്തേ നിങ്ങൾ ഞാൻ നേരത്തെ ചോദിച്ചപ്പോ പറയാതിരുന്നത്?
അതെന്റെ അഹങ്കാരം കൊണ്ട് പറയാൻ തോന്നിയില്ല നബിയെ. ആദ്യത്തെ ദിവസം ഞാൻ അങ്ങയുടെ കൂടെ കഴിഞ്ഞപ്പോഴേക്കും എന്റെ മനസ്സിന് മാറ്റമുണ്ടായിരുന്നു നബിയെ. എനിക്ക് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മാറൂല, ഇങ്ങനെ പിടിച്ചു നിന്നതാന്ന്. മൂന്നാമത്തെ ദിവസം അദ്ദേഹം നബിയോട് അത് തന്നെ പറഞ്ഞു. പക്ഷേ മദീന വിട്ടു പോവാൻ തോന്നുന്നില്ല, മദീന വിട്ടു പോകാൻ തോന്നുന്നില്ല. അവിടെ ചെന്ന് കുളിച്ച് വൃത്തിയായി ഷഹാദത്ത് കലിമ ചൊല്ലി ഹബീബിന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിന് വളരെ ഇഷ്ടമായി. സുമാമ, വല്ലാത്ത സന്തോഷമുണ്ട് സുമാമ നിങ്ങൾ ചെയ്തത്. നബിയെ, അങ്ങ് പറഞ്ഞാലല്ലാതെ ഒരു ഗോതമ്പിന്റെ മണി പോലും റിയാദിൽ നിന്ന് യമാമയിൽ നിന്ന് മക്കക്കാരായ അങ്ങയുടെ ശത്രുക്കൾക്ക് പോകുന്ന പ്രശ്നമില്ല. കാരണം യമാമയിലെ വീറ്റിന്റെ ഗോതമ്പിന്റെ ഹോൾസെയിൽ ഡീലറാണ് സുമാമത്ത് ബിൻ ഉസാൽ. ാതെ ഗോതമ്പിന്റെ ഒരു ചരക്കും യമാമയിൽ നിന്ന് മക്കയിലേക്ക് പോവാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞു, നബിയെ, അങ്ങയെ ആക്രമിച്ച ആളുകൾ അങ്ങനെ സുഖിച്ച് ജീവിക്കേണ്ട നബിയെ, ഞാൻ അവർക്ക് ഗോതമ്പ് കൊടുക്കില്ല നബിയെ. അങ്ങയുടെ സമ്മതം കിട്ടാതെ ഇനി മക്കക്കാർക്ക് ഞാൻ പണം കൊടുക്കില്ല. നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ ഉംറക്ക് പോകുന്ന നേരത്താണ് നിങ്ങളുടെ അനുയായികൾ എന്നെ പിടികൂടിയത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഉംറ നിർവഹിച്ചോളൂ. പക്ഷെ അള്ളാഹു പറഞ്ഞ പോലെ ഇസ്ലാമിന്റെ ഉംറ പറഞ്ഞു കൊടുത്തു. ആ ഉംറ നിർവഹിക്കാൻ സുമാമത്ത് ബിൻ ഉസാൽ പോകുന്നു. അവരൊക്കെ ചോദിച്ചു, അസ്വബഅത, നിങ്ങൾ മതം മാറിയോ സുമാമ? നിങ്ങൾ മതം മാറിയോ? സുമാമ, നിങ്ങൾ മതം മാറിയോ? അദ്ദേഹം പറഞ്ഞു, മാ സ്വബഅതു, ഞാൻ മതം മാറിയതല്ല, വലാകിന്നി അസ്ലംതു മഅ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞാൻ മുസ്ലിം ആവുകയാണ് ഉണ്ടായത്, മതം മാറിയതല്ല. ഖുറൈശികളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ, ഞാനും നിങ്ങളും നല്ല ബന്ധത്തിലായിരുന്നു. പക്ഷേ ഇസ്ലാം എനിക്ക് വളരെ ഇഷ്ടമായി. ആ നല്ല കാര്യം, നല്ല സംസ്കാരവും നല്ല സ്വഭാവവും ജനങ്ങളെ പഠിപ്പിക്കുന്ന ഇസ്ലാം പ്രചരിപ്പിക്കാൻ നിങ്ങൾ തടസ്സം നിൽക്കുകയും എന്റെ ഹബീബിന് ഇവിടെ നാട്ടിൽ ഹബീബിന്റെ സ്വഹാബിമാരെ നിരപരാധികളെ കൊന്നെടുക്കുകയും ചെയ്തിട്ട്, എന്നിട്ട് ഞാൻ നിങ്ങളെ സുഖിക്കാൻ ഇവിടെ വിടില്ല. എന്റെ റസൂൽ എനിക്ക് അനുവാദം തരുന്നവരെ, എന്റെ റസൂൽ പറയുന്നവരെ യമാമയിൽ നിന്ന് ഒരു ഗോതമ്പിന്റെ മണി പോലും ഇനി മക്കയിലേക്ക് വരികയില്ല എന്ന് ധീരമായി മക്കയിൽ പോയി പറഞ്ഞ ചുണക്കുട്ടിയാണ് സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു. മക്കക്കാര് മുഴുവനും ഓടി വന്നില്ലേ? 500 കിലോമീറ്റർ താണ്ടി ഹബീബിന്റെ മുമ്പിലേക്ക് വന്നു. ഒട്ടകപ്പുറത്ത് മക്കയിൽ നിന്ന് 500 കിലോമീറ്റർ താണ്ടി വന്നു. നബിയോട് വന്ന് പറയാണ്, യാ മുഹമ്മദു, മുഹമ്മദ് നബിയേ, ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളാണ്, ശരി തന്നെയാണ്, പക്ഷേ നമ്മൾ കുടുംബക്കാരല്ലേ? നിങ്ങൾ കുടുംബ ബന്ധം ചേർത്താൻ പറയുന്ന ആളല്ലേ? ഞങ്ങൾ അവിശ്വാസികളാണെങ്കിലും നമ്മൾ തമ്മിൽ ചോരബന്ധമില്ലേ നബിയെ? അതുകൊണ്ട് സുമാമ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നില്ല. ഞങ്ങളുടെ മക്കളും പെൺകുട്ടികളും ആൺകുട്ടികളും മൃഗങ്ങളും ഭക്ഷണം കിട്ടാതെ മരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നബിയെ. സുമാമയോട് ഞങ്ങളോടുള്ള പ്രതിരോധം ഒഴിവാക്കാൻ പറയണം, ഞങ്ങൾക്ക് ഭക്ഷണം അയച്ചു തരാൻ വേണ്ടി പറയണം. ഞങ്ങൾ സുമാമെന്ന് വാങ്ങുന്ന കച്ചവടക്കാരായിട്ടുകൂടി അങ്ങ് പറയാതെ ചെയ്യില്ല എന്നാണ് സുമാമ പറഞ്ഞത് നബിയെ. ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞ ഹബീബിനോട് അവര് ഹർജിയുമായി വന്നു. അപ്പോഴാ ഹബീബ് ഇടപെടുന്ന, സുമാമ, മക്കക്കാർ എന്നെ എതിർത്തവരാണ്, അവരെന്നെ ചീത്ത വിളിച്ചവരാണ്, അവരെന്നെ ആട്ടിപ്പുറത്താക്കിയ ആളുകളാണ്, അവരെന്റെ ചോരബന്ധമുള്ള ആളുകളാണ്. എന്നാലും തന്നെ സുമാമ, അവർക്ക് ഭക്ഷണം കൊടുക്കിൻ, നിങ്ങൾ തടഞ്ഞു വെക്കലിൽ. ഞാനും അവരും തമ്മിൽ രക്തബന്ധമുണ്ടല്ലോ, കുടുംബ ബന്ധമുണ്ടല്ലോ, ആ കുടുംബ ബന്ധം മാനിച്ചുകൊണ്ട് നിങ്ങൾ അവർക്ക് തടഞ്ഞു വെക്കരുത് എന്ന് റസൂല് പറഞ്ഞപ്പോഴാണ്, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഒരു വാക്ക് മാനിച്ചുകൊണ്ട് മാത്രം നബിയെ, എനിക്കിഷ്ടമായിട്ടല്ല, അങ്ങ് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഞാനത് ചെയ്യാമെന്ന് പറയുകയും ഹബീബായ നബി തങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം തടഞ്ഞു വെച്ചിരുന്ന അദ്ദേഹത്തിന്റെ തീരുമാനം മാറ്റുകയും മക്കക്കാർക്ക് ഗോതമ്പ് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു സമഅൻ വതഅതൻ ലിറസൂലില്ലാഹ്, നബി എന്ത് പറഞ്ഞു ഞാനത് ചെയ്യും, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഞാനത് ചെയ്യുകയാണ്.
ഈ സുമാമ പാട്ടുകാരനായിരുന്നു. ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, സുമാമ നല്ല പാട്ട് പാടിക്കൂടെ, നല്ല പാട്ട് പാടിക്കൂടെ, ഗായകനല്ലേ. പ്രസംഗിയന്മാരാണെങ്കിൽ എവിടെ ചെന്നാലും 2 വരി പ്രസംഗിക്കാൻ വേണ്ടി പറയും അല്ലെ. പാട്ടുകാരൻ എവിടെ ചെന്നാലും ഒരു 2 വരി പാടാൻ വേണ്ടി പറയും. സുമാമയോട് ചോദിച്ചു, സുമാമ നിങ്ങൾ പാടുമോ? അന്നത്തെ ചെറുപ്പക്കാരൊക്കെ പിന്നാലെ കൂടി ചോദിച്ചു, ആ പഴയ പാട്ടൊന്ന് വരട്ടെ എന്ന് പറഞ്ഞപ്പോ ഖദ് അബ്ദലനില്ലാഹു ബിഹിമസ് സഹ്റാവൈൻ, എന്റെ പാട്ടുകൾക്ക് പകരമായി സഹ്റാവൈൻ എന്ന വിശുദ്ധ ഖുർആനിലെ 2 സൂറത്തുകൾ അല്ലാഹു എനിക്ക് തന്നു. സഹ്റാവൈൻ ശോഭയുള്ളത് എന്നർത്ഥം വരുന്ന ആ വാക്കുകളുടെ അർത്ഥം സൂറത്തുൽ ബഖറയും സൂറത്ത് ആലി ഇംറാനുമാണ്. സൂറത്തുൽ ബഖറയും സൂറത്ത് ആലി ഇംറാനും നിങ്ങൾക്ക് ഞാൻ ഓതിത്തരാം. എന്റെ ജാഹിലിയ്യ കാലത്തെ പാട്ടുകളൊന്നും ഇനി ഞാൻ പാടാൻ ഒരുക്കമല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാണ് ഇനി മുതൽ എന്റെ പാട്ട്. ഞാൻ എന്റെ പഴയ പാട്ടുകൾ പാടില്ല, ഖുർആൻ വേണമെങ്കിൽ ഞാൻ ഓതിത്തരാമെന്ന് ജീവിതത്തിൽ വലിയ മാറ്റം സ്വീകരിച്ച ആളാണ് സുമാമത്ത് ഇബ്നു ഉസാൽ റളിയല്ലാഹു അൻഹു. ആ രീതിയിൽ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ഹബീബിന്റെ തിരുകുടുംബത്തിലേക്കും മനസ്സ് കൊടുത്ത് ആ ഒരു നന്മയിലൂടെ ജീവിച്ച് നമ്മുടെ പേഴ്സണൽ, നമ്മുടെ ശാരീരികമായ, നമ്മുടെ ബോഡിലി പാഷൻസ്, നമ്മുടെ ശാരീരികമായ ആഗ്രഹങ്ങളെ മാറ്റിവെച്ച് അല്ലാഹും റസൂലും എന്ത് പറഞ്ഞുവോ അത് ദീനിന്റെ നിയമമാണോ, ഒരു പണ്ഡിതനിലൂടെ, ഒരു ഉസ്താദിലൂടെ, ഒരു പ്രഭാഷകനിലൂടെ, ഒരു ദാഇയിലൂടെ നമ്മൾ കേൾക്കുന്നത്, ഒരു ഇമാമിൽ നമ്മൾ പഠിച്ചെടുക്കുന്നത്, ഒരു ശൈഖിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്നത്, ഒരു ഗുരുദാസിൽ നിന്ന് പഠിച്ചെടുക്കുന്ന എല്ലാ നന്മകളും അല്ലാഹും റസൂലും പറഞ്ഞതാണോ, ദീനിന്റെ നിയമങ്ങളാണോ, അല്ലാഹുവിന് ഇഷ്ടമുള്ളതാണോ? പിന്നെ നമ്മുടെ ഇഷ്ടം അവിടെ നോക്കല്ലേ. ജുലൈബീബ് തങ്ങളുടെ വിവാഹത്തിൽ എനിക്കത് തന്നെ മതി എന്ന് പറഞ്ഞ ആ പെൺകുട്ടി പറഞ്ഞ പോലെ വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവും റസൂലും ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ മറുത്തൊരു തീരുമാനമില്ല, മറുത്തൊരു വാക്കില്ല. നാം അത് സ്വീകരിച്ചു കഴിഞ്ഞു, ഇനി മറ്റൊന്നും പറയല്ലേ എന്ന് ആ പെൺകുട്ടി സ്വന്തം ഉമ്മയോട്, സ്വന്തം ഉപ്പയോട് ഉപദേശിച്ച പോലെ അല്ലാഹു നമുക്കൊക്കെയും അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് അഭിമാനികളായി ജീവിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്കും നമ്മുടെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കുമൊക്കെ ഈ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹു നമ്മെ ഖൈറിലാക്കി തരട്ടെ, നമ്മുടെ നാടിൽ അല്ലാഹു നന്മയുണ്ടാക്കി തരട്ടെ. നമ്മുടെ ഈ കണ്ണാടിപ്പറമ്പ് പ്രദേശത്ത് ഒരു ഫിത്നയും ഫസാദുമില്ലാതെ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത അരുതാത്ത ചെറുപ്പക്കാരികൾ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും കാണുന്ന വളരെ ദുഷിച്ച സ്വഭാവങ്ങളില്ലാതെ മാതാപിതാക്കളെ കണ്ണുനീരിൽ ആഴ്ത്തിക്കളയുന്ന വളരെ മോശപ്പെട്ട ജീവിത രീതികളില്ലാതെ സ്വന്തം മാതാപിതാക്കളെ പഴിചാരുകയും ജീവിതകാലം മുഴുവനും സ്നേഹിച്ച് താലോലിച്ച് വളർത്തിയ ഉമ്മയുടെ ഉപ്പയുടെ സേവനം ഒരു നിമിഷ നേരത്തേക്ക് മറന്നുപോവുകയും ചെയ്ത് അബദ്ധം ചെയ്യുന്ന ഒരു ദുര്യോഗവും ഒരു ദുഷിച്ച സ്വഭാവവും നമ്മുടെ മക്കളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ആൺമക്കളിൽ പെൺമക്കളിൽ വരാതെ അല്ലാഹുവേ ഉമ്മത്തിനെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ കൂടിയതും പറയുന്നതും പിരിയുന്നതും നീ സ്വീകരിക്കണേ റബ്ബേ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബ മുബാറകൻ അലാ കുല്ലി ഹാൽ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ ഒത്തുചേരൽ നീ സ്വീകരിക്കണേ റബ്ബേ. ഇത് നിന്നിലേക്കും നിന്റെ റസൂലിലേക്കും നിന്റെ ഹബീബിന്റെ കുടുംബത്തിലേക്കും അടുക്കാനും മനസ്സ് വരാനും സ്നേഹം വരാനും നിമിത്തമാക്കണേ തമ്പുരാനെ.